students, today we have to discuss a new lesson, that's the Project Tiger by Satyajit Ray. You all know that Satyajit Ray is the very famous Indian filmmaker. Here this Project Tiger is an article. This is a memoir written by Satyajit Ray. What is memoir? Memoir is a real life experience. Here in this article, he describes about how the film industry made use of animals and how they became successful. Then he describes about one of his experience once he faced for the shooting of the film Goobi Gaine Bhaga Baine. He wanted a tiger for the particular scene of this film. How he managed to get a tiger and how he became successful in that shooting. All these he describes here in this article. ഇന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ള സത്യജിത് റേ എഴുതിയിട്ടുള്ള പ്രൊജക്ട് ടൈഗർ എന്നുള്ള ഈ ആർട്ടിക്കിൾ ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. ഇവിടെ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് സിനിമാ ലോകം, ഫിലിം ഇൻഡസ്ട്രി ആനിമൽസിനെ ഉപയോഗിച്ച്, മൃഗങ്ങളെ ഉപയോഗിച്ച് ഫിലിം എടുക്കുന്നതെന്നും എങ്ങനെയാണ് ആനിമൽസിനെ ഉപയോഗിച്ച് ഫിലിം എടുക്കുന്നതിൽ അവർ വിജയിച്ചതെന്നും പിന്നീട് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം ഗൂബി ഗൈനെ ഭാഗ ബൈനെ എന്ന ഫിലിമിന്റെ ഷൂട്ടിങ്ങിനായിട്ട് ഒരു ടൈഗറിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സീൻ അദ്ദേഹത്തിന് എടുക്കേണ്ടിയിരുന്നു. അതിന് എങ്ങനെയാണ് അദ്ദേഹം ടൈഗറിനെ കണ്ടെത്തിയതെന്നും ആ സീൻ എങ്ങനെയാണ് അദ്ദേഹം വിജയകരമായി ഷൂട്ട് ചെയ്തതെന്നും അതിനെക്കുറിച്ചാണ് ഈ ആർട്ടിക്കിളിൽ അദ്ദേഹം പറയുന്നത്. Satyajit Ray starts his articles with a statement that no one can beat Hollywood. Why did Satyajit Ray say so? Because the Hollywood film industry made use of animals many years before the other countries used. സത്യജിത് റേ പ്രൊജക്ട് ടൈഗർ എന്നുള്ള ഈ ആർട്ടിക്കിൾ തുടങ്ങുന്നത് തന്നെ ആർക്കും ഹോളിവുഡ് സിനിമാ ലോകത്തെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് സത്യജിത് റേ അങ്ങനെ പറയുന്നത്? കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മറ്റുള്ള ഏത് രാജ്യക്കാരും തുടങ്ങുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഹോളിവുഡ് ഇംഗ്ലീഷ് സിനിമാ ലോകം മൃഗങ്ങളെ ഉപയോഗിച്ച് സിനിമ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. Then he recollects about some films using animals in his childhood. പിന്നീട് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തുണ്ടായ മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള ചില ഫിലിമുകളെ കുറിച്ച് അദ്ദേഹം ഓർമ്മിക്കുകയാണ്. Especially the animal actors were two dogs. There, the animal actors were two dogs. One is an Alsatian dog called Rin Tin Tin, and another one is a collie called Lassie. പിന്നീട് സത്യജിത് റേ പറയുന്നത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തുണ്ടായ ഒന്ന് രണ്ട് ഫിലിമുകളെ കുറിച്ചാണ്. ആ ഫിലിമുകളിൽ രണ്ട് നായകളായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങൾ. ഒന്ന് റിൻ ടിൻ ടിൻ എന്ന് പറയുന്ന ഒരു അൾസേഷ്യൻ ഡോഗും മറ്റൊന്ന് ലാസി എന്ന് പറയുന്ന ഒരു കോളി ഡോഗുമായിരുന്നു. These dogs could act anything wanted by their director. These dogs could act what is instructed by their director. ഈ നായകൾക്ക് അവരുടെ ഡയറക്ടർ പറയുന്ന എന്തും അഭിനയിക്കാൻ കഴിയുമായിരുന്നു. So, in real sense, these dogs were famous stars. അതുകൊണ്ട് തന്നെ ഈ നായകൾ ഒരു തരത്തിൽ വളരെ താരങ്ങൾ തന്നെയായിരുന്നു. Their owners could make money. Their owners could earn money as easily from a single film. ഒരൊറ്റ ഫിലിമിൽ നിന്ന് തന്നെ അവരുടെ ഓണേഴ്സിന് നല്ല പണം ഉണ്ടാക്കാൻ കഴിയും. Then Satyajit Ray tells us about he got a chance to
watch the shooting of a film in Disney studio in Hollywood. പിന്നീട് സത്യജിത് റേ പറയുന്നത് ഡിസ്നി സ്റ്റുഡിയോയിൽ വെച്ച് ഒരു ഷൂട്ടിംഗ് കാണുവാനുള്ള അവസരം 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. A large dog was the main character in that film. ആ ഫിലിമിൽ സത്യജിത് റേക്ക് ഒരു ഷൂട്ടിംഗ് കാണുവാനുള്ള അവസരമുണ്ടായി. ആ ഫിലിമിൽ അഭിനയിക്കേണ്ടിയിരുന്നത് അതിലെ മെയിൻ ക്യാരക്ടർ ഒരു വലിയ ഡോഗായിരുന്നു. സത്യജിത് റേ റീച്ച്ഡ് ദ സ്റ്റുഡിയോ വെരി ഏർലി. സത്യജിത് റേ വളരെ നേരത്തെ തന്നെ സ്റ്റുഡിയോയിലെത്തി. ദ ക്യാമറാമാൻ വാസ് ഗെറ്റിംഗ് റെഡി ഓൾ ദ ലൈറ്റ്സ്. സത്യജിത് റേ സ്റ്റുഡിയോയിൽ എത്തുമ്പോൾ ക്യാമറാമാൻ ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്യുകയായിരുന്നു. There is a custom. What is custom? It is customary. Customary means custom. It is a habit. അവിടെ ഒരു കസ്റ്റം ഉണ്ടായിരുന്നു, ഒരു ശീലം ഉണ്ടായിരുന്നു. What is that? All the characters should be present in front of the cameraman when he arranged all the lights. ഇവിടെ ഒരു കസ്റ്റം, ഒരു ശീലം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ശീലം? ക്യാമറാമാൻ ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് കഴിയുന്നതോടുകൂടി എല്ലാ ക്യാരക്ടറും അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രസന്റ് ആണ്. എന്തിനാ? ടു ഷോ ഹിം ഹൗ ദെൽ വോക്ക്, വേർ ദെൽ സ്റ്റാൻഡ്, ഹൗ ദെൽ ആക്ട്. എന്തിനായിരുന്നു? എങ്ങനെയാണ് അവരുടെ ആ ഷൂട്ടിംഗ്, ആ പെർട്ടിക്കുലർ സീനിൽ, ആ ഒരു സീനിൽ അവർ എങ്ങനെ നടക്കുന്നു, എങ്ങനെ നിൽക്കുന്നു, എവിടെ നിൽക്കുന്നു എന്നുമൊക്കെ ക്യാമറാമാനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. When the cameraman arranged all the lights, the characters came there. The characters presented there one by one. But in the case of the stars, this act was done by their standings. Who is the standing? Standing is a person who is physically similar to the star. സ്റ്റാൻഡിൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി, അദ്ദേഹം വളരെ രൂപസാദൃശ്യമുണ്ടാവും, നമ്മുടെ താരവുമായിട്ട് വളരെ രൂപസാദൃശ്യമുള്ള ഒരാളായിരിക്കും. അങ്ങനെയുള്ളവരാണ് സ്റ്റാൻഡ്. സാധാരണ റിയൽ സ്റ്റാർസിന്റെ കേസിൽ ഇത് ചെയ്തിരുന്നത് അവരുടെ സ്റ്റാൻഡിൻസ് ആയിരുന്നു. ദ സ്റ്റാർസ് കെയിം ടു ദി ലൊക്കേഷൻ ഓൺലി ഓൺ ദ ടൈം ടു ടേക്ക് എ ഷോട്ട്. താരങ്ങൾ അവരുടെ ഷോട്ട് എടുക്കേണ്ട സമയത്ത് മാത്രമേ അവര് ലൊക്കേഷനിലേക്ക് വരുമായിരുന്നു. ബാക്കി ക്യാമറാമാൻ കാണിച്ചു കൊടുക്കേണ്ട എല്ലാ ആക്ടിങ്ങും കാര്യങ്ങളും ചെയ്തിരുന്നത് അവരുടെ സ്റ്റാൻഡിൻസ് ആയിരുന്നു. ബട്ട് ദിസ് ലാർജ് ഡോഗ് റിമെയിൻഡ് വെയറെവർ ഇറ്റ് വാസ്. എല്ലാ ക്യാരക്ടേഴ്സും, എല്ലാ കഥാപാത്രങ്ങളും ക്യാമറാമാന്റെ മുന്നിൽ ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതോടുകൂടി ക്യാമറാമാന്റെ മുന്നിൽ വന്ന് പ്രസന്റ് ആയി. ബട്ട് ഈ വലിയ നായ മാത്രം അത് എവിടെയാണ് നിന്നത്? ആ സ്ഥലത്ത് തന്നെ അനങ്ങാതെ നിന്നു. റിയലി ഷോക്ക്ഡ്, ദിസ് റിയലി ഷോക്ക്ഡ് സത്യജിത് റേ. സത്യജിത് റേ ശരിക്കും അത്ഭുതപ്പെട്ടു. ബട്ട് ബിഫോർ ഹി ആസ്ക്ഡ് സംതിങ് ടു എനിവൺ, പക്ഷെ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പായി എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻ ദെയർ. ഒരു അതിവിചിത്രമായ സംഭവം അവിടെ സംഭവിച്ചു. വാട്ട് ഈസ് ദാറ്റ്? A dog came there. Following him, a man with hairy dog skin. ഒരു കുള്ളൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന്റെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെയായി ഒരു ആൾ, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഡോഗ് സ്കിൻ, ഹെയറി ഡോഗ് സ്കിന്നുമായിട്ട്, നായത്തോലുമായിട്ട് അദ്ദേഹത്തിന്റെ പിന്നിലൊരാൾ വരികയും ചെയ്തു. Then this dog stood on all his four, using 2 legs and 2 hands. He stood there as an animal. At that time, this man with the hairy dog skin draped this dog skin over this dog. ഈ ഡോഗ് അവിടെ എത്തിയപ്പോൾ ഈ കുള്ളൻ അവിടെ വന്നതും 4 കാലില് 2 കൈയും 2 കാലും യൂസ് ചെയ്ത മൃഗത്തെ പോലെ അവിടെ നിന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പിന്നാലെ വന്ന, നായത്തോലുമായി പിന്നാലെ വന്ന ആള്
ഈ നായത്തോല് ഈ ഡോൾഫിന്റെ മുകളിലേക്ക് വെച്ചു. What is really happened there? What is really happens there? Then this dwarf was the standing of this large dog. ഈ കുള്ളനായിരുന്നു, ഈ മനുഷ്യനായിട്ടുള്ള കുള്ളനായിരുന്നു ഈ വലിയ, ഈ മെയിൻ ക്യാരക്ടർ, കേന്ദ്ര കഥാപാത്രമായ ഈ വലിയ നായയുടെ സ്റ്റാൻഡിങ്. Once Alfred Hitchcock, the very famous suspense filmmaker, he wanted to make a film called Birds. For that film, he wanted a lot of trained ravens. To get a number of trained ravens, he pressed a notice all over United States. ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്നുള്ള വളരെ പ്രശസ്തനായ സസ്പെൻസ് ഫിലിം മേക്കർ, അദ്ദേഹത്തിന് ഒരിക്കൽ ബേർഡ്സ് എന്നുള്ള ഫിലിം ചെയ്യുന്നതിനായിട്ട് ധാരാളം പരിശീലനം ലഭിച്ച റാവൻസ് എന്ന് പറഞ്ഞ കാക്കകളെ ആവശ്യമായി വന്നു. അതിനുവേണ്ടി അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ എല്ലാ പ്രസ്സിലും ഒരു നോട്ടീസ് അടിച്ചു. He pressed a notice all over United States to giving his contact number. Then, after some days, a man contacted him. He had a lot of trained ravens. Then that man came to him with all his trained ravens. What is the training they got? If the ravens are asked to sit on a particular point on a branch, around almost 50 of them will obey the instruction instantly. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആൽഫ്രഡ് ഹിച്ച്കോക്കിനെ ഒരാൾ ഫോണിൽ വിളിച്ചു. അദ്ദേഹത്തിന്റെ 100ഓളം വരുന്ന ട്രെയിൻ റാവൻസുമായി, പരിശീലനം ലഭിച്ച കാക്കകളുമായി അദ്ദേഹം എത്തി. എന്തായിരുന്നു അവർക്ക് ലഭിച്ച പരിശീലനം? അവര് ഈ കാക്കകളോട് ഒരു മരത്തിന്റെ ഒരു പ്രത്യേക കൊമ്പിൽ, ഒരു പ്രത്യേക സ്ഥലത്ത് പോയിരിക്കാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അവരിൽ പകുതിയോളം, 50ഓളം കാക്കകൾ ആ സമയം, നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ആ ഇൻസ്ട്രക്ഷൻ അനുസരിക്കുകയും ആ പെർട്ടിക്കുലർ നമ്മൾ പറയുന്ന സ്ഥലത്ത് അവർ പോയി നിരനിരയായിരിക്കുകയും ചെയ്യുമായിരുന്നു. ദിസ് വാസ് റിയലി ആൻഡ് ഇംപ്രസീവ്. ഇത് ശരിക്കും എല്ലാവർക്കും ഒരു മതിപ്പുണ്ടാക്കുന്നതായിരുന്നു.